بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. وروي عن الله سبحانه وتعالى في الكتب السالفة. ഖുർആനിന് മുമ്പിറക്കപ്പെട്ട കിതാബ്, അതാണ് സാലിഫ. അപ്പോൾ തൗറാത്തോ ഇഞ്ചീലോ സബൂർ ഇതൊക്കെ ഖുർആനിന് മുമ്പാണല്ലോ. അതിൽ അല്ലാഹു തആലയെ പറ്റി റിവായത്ത് വന്നിട്ടുണ്ട്. എന്ത്? അല്ലാഹു തആല പറഞ്ഞത് അന്നല്ലാഹ സുബ്ഹാനഹു വ തആല യഖൂൽ ലൈസു കുല്ലു മുസല്ലിൻ യതഖബ്ബലു സലാത്തഹു. എല്ലാ നമസ്കരിക്കുന്നവൻ്റെയും നമസ്കാരം ഞാൻ അത് സ്വീകരിക്കില്ല. അപ്പോൾ ആരുടെയും സ്വീകരിക്കില്ല എന്നർത്ഥം കിട്ടൂല. എല്ലാവരുടെ നമസ്കാരവും സ്വീകരിക്കില്ല. ഇന്നമാ അക്ബലു സലാത്ത മൻ തവാളഅ ലി അളമതി. എൻ്റെ അളമത്തിന് വേണ്ടി, എൻ്റെ ഗാംഭീര്യത്തിൻ്റെ മുമ്പിൽ വിനയം കാട്ടി നമസ്കരിക്കുന്ന നമസ്കാരം മാത്രമേ ഞാൻ സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് അടങ്ങിങ്ങനെ എക്സസൈസ് എടുത്തുകൊണ്ട് സ്വീകരിക്കപ്പെട്ടോളുന്നില്ല. അതുപോലെ വലം യതകബ്ബർ അലാ ഇബാദി, എൻ്റെ അടിമകളെ മേലിൽ കിബിർ കാട്ടാത്തവരുടെയും നമസ്കാരം. വതഅമൽ ഫഖീർ അൽ ജാഇലി വജിഹി, എൻ്റെ വജിഹിന് വേണ്ടി വിശക്കുന്ന ഫക്കീറിന് ഭക്ഷണം കൊടുത്തവനെയും നമസ്കാരം ഒഴികെ ഞാൻ ബാക്കി ആരും സ്വീകരിക്കില്ല എന്നാണ്. അപ്പം നമസ്കാരം സ്വീകരിക്കപ്പെടണമെങ്കിലുള്ള 3 കാര്യമാണ് പറഞ്ഞത്. അള്ളാഹിൻ്റെ അളമത്തിൻ്റെ മുമ്പിൽ തവാളുഅ്. രണ്ടേതാണ്? ഇബാദിനോട് കിബിർ കാട്ടാൻ പാടില്ല. ഫക്കീറുൻ ജായിന് ഭക്ഷണം കൊടുക്കണം. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമാ ഫുറിലത്തിസ് സ്വലാത്തു വഉമിറ ബിൽ ഹജ്ജി വത്തവാഫി വശഅറത്തിൽ മനാസികു ലിഇഖാമത്തി ദിക്രില്ലാഹി തആല. ഇവിടെ നമസ്കാരം ഫർളാക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഹജ്ജ് തവാഫ് കൊണ്ട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ബാക്കി മനാസിക്കുകളും അവിടെ അറഫയിൽ നിൽക്കലുണ്ട്. പിന്നെ അതിലുണ്ട് സഫാ മർവൻ്റെ സഅയ്യുണ്ട്. ഉശ്ഇറത്തല്ലേ അതാണ് ഷർഅ. അത് ഇവിടെ ഉശ്ഇറത്ത് ഷിആറാക്കപ്പെട്ട് എന്നായിരിക്കില്ലേ. അത് അള്ളാഹിൻ്റെ ദിക്ർ നിലനിർത്താൻ വേണ്ടിയാണ്. ഈ ഓരോന്നിലും അതിൻ്റേതായ ഓരോ ദിക്റുണ്ട്. അപ്പോൾ അതിന് മറ്റൊന്നും നിൽക്കില്ല. ഇപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് വെറുതെ ഇങ്ങനെ ചൊല്ലിയാൽ, മുത്തലക്കായി ചൊല്ലിയാൽ അതിൻ്റേതായ ഒരു ദിക്റുണ്ട്, അതിൻ്റെ കൂലിയുണ്ട്. നമസ്കാരത്തിൽ കൂടി ചെല്ലുമ്പോൾ അതിൻ്റേതായ ഒരു കൈഫിയത്തിൽ കൂടിയുണ്ട്. അപ്പം ഏത് പറ്റൂല, നിസ്കാരം ഒഴിവാക്കിയിട്ട് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ അത് കിട്ടൂല. അതിൻ്റെ ആ ഖുസൂസിയത്തെ ഇഷ്ടപ്പെട്ടു. ഇതുപോലെ തന്നെ ഹജ്ജിൻ്റെ ഉള്ളിൽ എന്തെല്ലോ അറഫയിൽ നിൽക്കൽ ഒരു അള്ളാഹിൻ്റെ ഒരു പ്രത്യേക ദിക്റുണ്ട്, തവാഫിലുണ്ട്. ഓരോ പ്രവർത്തനത്തിൽ കൂടിയുള്ളതാണ്. ഫഇല്ലം യകുൻ ഫീ ഖൽബിക ലിൽ മദ്കൂരി അല്ലദീ ഹുവൽ മഖ്സൂദ് വൽ മുബ്തഗ അളമത്തുൻ വലാ ഹൈബത്തുൻ ഫമാ ഖീമത്തു ദിക്രിക. നിൻ്റെ കൽബിൽ ഇല്ലാതെ വന്ന് എന്തിന്? ലിൽ മദ്കൂർ, മേൽ പറയപ്പെട്ട കാര്യം. ആ മദ്കൂറിന് വേണ്ടി, മദ്കൂർ എന്ന ദിക്റിലുള്ള മദ്കൂർ, ഇതാണ് മേൽ പറയപ്പെട്ടതല്ല. ദിക്ർ എന്തുണ്ട്? അവിടെ എന്തുണ്ട്? ഒരു ദാക്കിറുണ്ട്, ഒരു ദിക്റുണ്ട്, ഒരു മദ്കൂറുണ്ട്. മദ്കൂർ ആരാന്ന്? അല്ലാഹു തആല. അപ്പം മദ്കൂറായ അല്ലാഹു തആലാക്ക് നിൻ്റെ കൽബിലില്ലെങ്കിൽ അല്ലേ, എന്താണ്? അളമത്തും ലാഹിബത്തുൻ, പേടിയുമില്ല, അളമത്തുമില്ല. അതാണല്ലോ മഖ്സൂദ്. അല്ലദീ ഹുവൽ മഖ്സൂദ് വൽ മുബ്തഗ, നമസ്കാരം കൊണ്ടും മറ്റുകൊണ്ടും ആഗ്രഹിക്കുന്നത് അതാണ് മഖ്സൂദ്. ആ മഖ്സൂദായ മദ്കൂറിന് നിൻ്റെ കൽബിൽ ഒരു സ്ഥാനവും ഇല്ലെങ്കിൽ ഫമാ ഖീമത്തു ദിക്രിക, പിന്നെ ദിക്റിൻ്റെ വില എന്ത്? കാതലായ സാധനമില്ലാതെ പോയി. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ലില്ലദീ ഔസാഹു ഇദാ സല്ലൈത ഫസല്ലി സലാത്ത മുബദ്ദിഇൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വസിയത്ത് ആവശ്യപ്പെട്ട ഒരാൾ അദ്ദേഹത്തിന് വസിയത്ത് പറഞ്ഞു കൊടുക്കുന്നു. ആ കൂട്ടത്തിൽ പറഞ്ഞതാണ്, ബാക്കി വസിയത്ത് പറഞ്ഞിട്ടില്ല. ഇദാ സല്ലൈത ഫസല്ലി സലാത്ത മുബദ്ദിഇൻ. നീ നമസ്കരിക്കുകയാണെങ്കിൽ ഈ ലോകത്തിന് യാത്ര പറയുന്നവൻ്റെ നിസ്കാരം നമസ്കരിക്കണം എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ അവസാനത്തെ നിസ്കാരമാണ്. ഇനി ഏതായാലും അത് നല്ല മെച്ചപ്പെടുത്തിയിട്ട് സമാപിക്കാം. അതാ യാത്ര പറഞ്ഞ് പിരിഞ്ഞു പോകുന്ന ഒരാളുടെ നിസ്കാരം.
ഇനിയും അവസരമുണ്ടല്ലോ ഇനി നിസ്കരിക്കാമല്ലോ എന്ന് നോക്കുമ്പോൾ എന്താകും, ഇത് കുലുമാലാക്കും. അതിന് വിശദീകരണം പറയുമല്ലേ, ഞാൻ പറഞ്ഞു പോയാൽ. വഅലൈക്കുമുസ്സലാം. ഇന്നലെ ഉണ്ടായിട്ടില്ലെന്നൊന്നുമല്ല. അപ്പോൾ സലാത്ത മുവദ്ദിഇൻ, യാത്ര പറയുന്നതാണ്. ആരോട്? മുവദ്ദിഇൻ ലി നഫ്സിഹി, അവൻ്റെ നഫ്സിനോട് യാത്ര പറയും എന്ന് വെക്കാം. യാത്ര പറയപ്പെടേണ്ടുന്ന ഒരാളുണ്ടാവുമല്ലോ, അപ്പോൾ നഫ്സിനോട്. മുവദ്ദിഇൻ ലി ഹവാഹു, അവൻ്റെ തടിഹവാനോട് യാത്ര പറയുന്നതാണ്. മുവദ്ദിഇൻ ലി ഉംദിഹി, അവൻ്റെ ഇനി ശേഷിക്കുന്ന ആഷ്കാലമുണ്ടല്ലോ അതിനോടും യാത്ര പറയുന്നതാണ്. സായിറൻ ഇലാ റബ്ബിഹി, റബ്ബിലേക്ക് സഞ്ചരിക്കുന്നവൻ്റെ സ്കാരമായിരിക്കണം എന്നാണ്. കമാ ഖാല അല്ലാഹു തആല യാ അയ്യുഹൽ ഇൻസാനു ഇന്നക ഖാദിഹുൻ ഇലാ റബ്ബിക ഖദ്ഹൻ ഫമുലാഖീഹി. ആ മുലാഖീഹിയാണ് നമ്മളിത്, നീ അല്ലാഹനെ കണ്ടുമുട്ടുന്നവനാണ്. വത്തഖുല്ലാഹ വഅലമൂ അന്നകും മുലാഖൂഹു, നിങ്ങൾ അല്ലാഹു തആലാക്ക് തഖ്വ ചെയ്യണം, നിങ്ങൾ അവനെ കണ്ടുമുട്ടുന്നവനാണെന്ന് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞു. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മല്ലം തൻഹഹു സ്വലാത്തുഹു അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, മോശമായ കാര്യങ്ങളെ തൊട്ട് ഒരുത്തന് നമസ്കാരം തടഞ്ഞില്ല എന്ന് വെക്കാം. തടയുന്നാണ് ഖുർആൻ പറഞ്ഞു, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. അപ്പം ഒരാൾക്ക് തടയുന്നില്ല, അപ്പം എന്തായി? തടയാൻ മാത്രം ഇതിന് പവർ ഉണ്ടായിട്ടില്ല എന്നായി. ഇതല്ലേ ലം യസ്ദദ് മിനല്ലാഹി ഇല്ലാ ബഅദ, അള്ളാഹുമായി അകൽച്ചയല്ലാതെ അവന് വർദ്ധിച്ചിട്ടില്ല. വസ്സലാത്തു മുനാജാത്തുൻ, നമസ്കാരം അള്ളാഹുമായുള്ള മുനാജാത്താണ്. ഫകൈഫ തകൂനു മഅൽ ഗഫലത്തി, ഗഫലത്തോടുകൂടി എങ്ങനെയാണ് മുനാജാത്ത് ഉണ്ടാവുക? രണ്ടും ഒരുമിച്ച് കൂടൂലല്ലോ. വഅൻ ആയിഷത റളിയല്ലാഹു തആല അൻഹാ ഖാലത്ത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു യുഹദ്ദിസുന വനുഹദ്ദിസുഹു, നമ്മളോട് സംസാരിക്കും, നമ്മളങ്ങോട്ടും സംസാരിക്കും. പക്ഷേ ഫൈദ ഹളറത്തിസ്സലാ, നമസ്കാരത്തിൻ്റെ വക്കത്തായാൽ തങ്ങളെ ഹാല് മാറി. ഫക്കഅന്നഹു ലം യഅരിഫ്നാ വലം നഅരിഫുഹു, തങ്ങൾക്ക് നമ്മളെയും പരിചയമില്ല, നമുക്ക് അങ്ങോട്ടും പരിചയമില്ലാത്തൊരവസ്ഥയാണ് അവിടെ ഉണ്ടാകുന്നത്. എന്തുകൊണ്ട്? ഇസ്തിഗാലം ബി അളമത്തില്ലാഹി തആല, അള്ളാഹു തആലയാണെന്നല്ലേ വിളിച്ച വേവിദീൻ അയ്യാ അസ്സലാം. അപ്പോൾ ബാക്കിയെല്ലാം അങ്ങോട്ട് മറന്നുപോയി. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യൻദുറുല്ലാഹു ഇലാ സലാത്തി ലം യുഹദ്ദിർ റജുല ഫീഹാ ഖൽബഹു മഅ ബദനിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നമസ്കാരത്തിലേക്ക് നോക്കുന്നില്ല. എങ്ങനത്തെ നമസ്കാരം? ലം യുഹദ്ദിർ റജുലു ഫീഹാ, ആ നമസ്കരിക്കുന്ന വ്യക്തിയുണ്ടല്ലോ, ആ റജുലി നമസ്കാരത്തിൽ ഹാളിറാക്കിയിട്ടില്ല കൽബഹു, അവൻ്റെ കൽബിനെ മഅ റബ്ബി ബദനിഹി, ബദനിനോടൊപ്പം, ബദനോടെ കൊണ്ടുവച്ചല്ലോ, ഒന്നുമില്ല ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ച്, കൽബിനെയും അവിടെ പങ്കെടുപ്പിക്കാത്ത ഒരാളെ നമസ്കാരം അള്ളാഹ് നോക്കുന്നേ ഇല്ല എന്ന്. വക്കാന ഇബ്രാഹിമുൽ ഖലീൽ സലവാത്തുല്ലാഹി തആല വസലാമുഹു അലൈഹി ഇദാ ഖാമ ഇല സ്വലാത്തി, നമസ്കാരത്തിലേക്ക് നിന്നാൽ സുമിഅ വജീബു ഖൽബിഹൽ ആ മീലൈനി, കൽബിനുള്ളിലുള്ള ആ എരുമ്പലുണ്ടല്ലോ ശബ്ദം, അത് 2 മൈൽ ദൂരത്ത് കേൾക്കാമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ എന്ന് പറഞ്ഞില്ലേ, അസീസ് മിൻ ഖൗഫിഹി സുമിഅൽ അസീസു മിനസ് സദർ കൽ മിർജലിൽ മഗലി സഹബിഹിൽ ഖബർ. അത് ഹദീസിനെ വൈത്താക്കിയത് അമർക്കാളിയാർ. ഈ എണ്ണ തിളപ്പിക്കുന്ന അവസരത്തിൽ കുറേ അങ്ങ് ചൂടാക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കാമല്ല, അതാ മിർജൽ. മിർജൽ ചീനച്ചട്ടി, മഗലി അല്ല, എണ്ണ വെച്ചിട്ട് തിളപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം പോലാത്തത് നെഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് കേൾക്കാമായിരുന്നു. അതൊന്നും ആ ഖൗഫാണ്. വഖാല സഈദുൻ തനൂഖി ആയിരുന്നു ഇദാ സ്വല്ല ലം തൻഖതിഇ ദുമൂഉ മിൻ ഖദ്ദൈഹി അലാ ലിഹിയതിഹി, അവർ നിസ്കരിക്കാൻ നിന്നാൽ കണ്ണുനീർ അവൾ കവിൾത്തളത്തിൽ കൂടി താടിയിലേക്ക് ഒഴുകലി, അത് മുറിയൂല, അത് മുടങ്ങാതെ അങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കും.
വറഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജുലൻ യഅബസു ബിലഹിയതിഹി ഫിസ്വലാത്തി. നമസ്കാരത്തിൽ താടി കൊണ്ട് കളിക്കുന്ന ഒരാളെ കണ്ട്. താടി വിളിച്ചുകൊണ്ടും കുപ്പായിക്കൊണ്ടും ക്ലീനക്സ് എടുത്തുകൊണ്ടും അടക്ക് കൈ കൊടുക്കുന്ന സമയം നോക്കിക്കൊണ്ടും ഇങ്ങനെ ജാതി കളിയുണ്ടല്ലോ. അങ്ങനത്തെ ഒരാളെ കണ്ട്. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ലൗ ഖശഅ ഖൽബു ഹാദാ, ആ വ്യക്തിയുടെ കൽബെങ്ങാനും അടങ്ങിയിരുന്നുവെങ്കിൽ ല ഖശഅത ജവാരിഹുഹു, അവൻ്റെ അംഗങ്ങളും അടങ്ങുമായിരുന്നു. അടങ്ങാത്തതുകൊണ്ട് കൽബടെ പങ്കെടുത്തിട്ടില്ല എന്ന്. അപംസ്കാരത്തിൽ ഇങ്ങനെ പൊറുതിയോട് കാട്ടുന്നു. തൊണ്ടയനക്കലും കുരക്കലും പിന്നെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കലും. ഇമാമ കുറച്ച് വൈകിപ്പോയില്ലെങ്കിൽ ഇവിടെ അടി കൊടുക്കും. വക്കാന അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു ഇദാ ഹളറത്തി സ്വലാത്തു, നമസ്കാരം ഹാജരായാൽ യതസൽസലു, ഇങ്ങനെ ബറക്കും, വയത്തലവന് കാളറ് മാറും, ലൗന് യത്തലവനും. ഫഖീല ലഹു, അപ്പോൾ ചോദിക്കപ്പെട്ട് മാലക യാ അമീറുൽ മുഅ്മിനീൻ, എന്താ നിങ്ങൾക്ക് പറ്റിയത്? ഫഖാല ജാഅ വഖത്തു അമാനത്തിൻ, ഒരു അമാനത്തിൻ്റെ സമയമായിരിക്കുന്നു. ഏതാ അമാനത്ത്? അർളഹല്ലാഹു തആല അലസ്സമാവാതി വൽ അർളി വൽ ജിബാൽ, ആകാശങ്ങളുടെ മേലിലും ഭൂമിൻ്റെ മേലിലും പർവ്വതങ്ങളുടെ പേരിലും ഇത് ഏറ്റെടുക്കോ എന്നെന്താക്കി അള്ളാഹു തആല അവതരിപ്പിച്ച്. എന്നിട്ടോ ഫഅബൈന അൻ യഹ്മിൽനഹ, അത് അവർ വഹിക്കാൻ അവർ സമ്മതിച്ചു. വാഷ്ഫഖന മിന്ന, അത് ഏറ്റെടുക്കൽ അവർക്ക് പേടിയായി. വഹമൽതുഹ അന, ഞാനത് വഹിച്ചിട്ടുണ്ടല്ലോ. വഹമലഹൽ ഇൻസാനു ഇന്നഹു കാന ദലൂമൻ ജഹൂല. അപ്പോൾ അതിൽപ്പെട്ട ഒന്നാണ് ഇത് നമസ്കാര നിർവഹണം. വയുർവ അൻ അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു, അതാണ് അലി സൈനുൽ ആബിദീൻ ഉറന്നത്, അന്നഹു ഇദാ തവല്ലഅ, ഒളു ഉണ്ടാക്കിയാൽ ഇസ്ഫറ ലൗനുഹു, മൂപ്പർ കളർ മഞ്ഞ നിറമാകും. ഫയഖൂലു ലഹു അഹ്ലുഹു, അപ്പോൾ കുടുംബക്കാർ പറയും മാ ഹാദല്ലദീ യഅ്താദുക ഇൻദൽ വുളൂഇ, വുളൂഇൻ്റെ നേരത്തെ നിങ്ങളെ പതിവായി ഈ സംഭവിക്കുന്നത് എന്താ സംഭവം? ഫഖാല, അപ്പോൾ പറയൂ അതദറൂന ബൈന യദൈ മൻ ഉരീദു അഖൂമു, ഞാൻ ആരെ മുമ്പിലാണ് നിൽക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയോ? ആരെ മുമ്പിൽ പോയിട്ട് നിൽക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്? റബ്ബിൻ്റെ. അപ്പോൾ അതാടെ തീർന്നു. അത് അൽഹംദുലില്ലാഹ് എന്ന ആശറഹാടെ തീർന്നു. ഇനി ഇമാമിൻ്റെ മഅ്മൂമിൻ്റെ ഖുതുബത്തിലേക്ക് നമ്മൾ പോകുന്നു, അസ്ലിലേക്ക്. അല്ല ഇത് വായിച്ചിട്ടില്ലല്ലോ. ഇനി മത്തിനിലേക്ക് അതെ. വലാ യസീദുൽ ഇമാമു അലസ്സലാസി ഫി തസ്ബീഹാത്തി റുകൂഇ വസ്സുജൂദ്, അതായത് ഇമാമ് പാലിക്കേണ്ടതും മഅ്മൂമ് പാലിക്കേണ്ടതുമായ ആദാബുകളാണ് നമ്മൾ ഇപ്പോൾ എണ്ണിയിരുന്നത്. ഇപ്പോൾ ഇമാമിൻ്റെ തുടങ്ങിയത്. ഇമാമ് വർദ്ധിപ്പിക്കാൻ പാടില്ല റുകൂഇനും സുജൂദിലും 3 തസ്ബീഹിനേക്കാൾ വർദ്ധിപ്പിക്കാൻ പാടില്ല. അന്ന് 7, 10 ആയിരിക്കും പറഞ്ഞ്, ഒന്നിക്കിൽ മുൻഫരിദിന്, അതല്ലെങ്കിലോ പ്രത്യേക പരിമിതമായ ആൾ നീട്ടിക്കോ എന്നെന്താകും വാക്കാൽ സമ്മതം കൊടുക്കണം. അത് ഓരോ തവണയും കൊടുക്കണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഒരവസരത്തിലില്ലാത്ത പ്രശ്നങ്ങൾ മറ്റൊരവസരത്തിലുണ്ടാകാമല്ലോ, പ്രയാസക്കാരെങ്കിലും. അപ്പം ടൗണിലെ പള്ളിയിൽ നിന്ന് നീട്ടാനേ പറ്റൂല. വലാ യസീദു ഫി തശഹുദിൽ അവ്വൽ, ഒന്നാമത്തെ തശഹുദിൻ്റെ അപ്പുറം വർദ്ധിപ്പിക്കാൻ പാടില്ല. ബഅദ ഖൗലി അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അപ്പോൾ ഇമാമിൻ്റെ ഖൗലിൽ ഇപ്പം എന്തായി? ആലിൻ്റെ മേൽ സലാത്ത് ആദ്യത്തെ തഹിയ്യത്തിൽ വന്നിട്ടുണ്ട്. അൽഫമിസല്ലേ, അത് വാരിദായത് കൊണ്ട് മറ്റുള്ളവരെ തീർപ്പ് നോക്കണ്ടെന്നാണ് ത്വഹഫ പറഞ്ഞത്. വാരിദ് വന്നതുകൊണ്ട് അല്ല, അത് ഓതാൻ കൽപ്പിച്ച നിങ്ങൾ തന്നെയല്ലേ. ഈ ചുരുക്കണമെന്ന് പഠിപ്പിച്ച നിങ്ങൾ തന്നെയാണല്ലോ അത് ഓതണമെന്ന് പറഞ്ഞാണ്. അതുകൊണ്ട് അവിടെ തീർപ്പതി നോക്കൂല എന്നാണ് പറഞ്ഞത് ത്വഹഫയിൽ. അത് പിന്നെ എല്ലാ നിസ്കാരത്തിലും, അതായത് വക്തിലായാലും എപ്പോൾ നിസ്കരിക്കുന്നതാണെങ്കിലും അത് വാരി തന്നെയാണ്. അതെ, നിസ്കരിക്കുന്ന ആൾക്ക് വാരിത് എല്ലാ കാര്യം കൊണ്ടുവന്നാൽ ഇപ്പോൾ ഒരു 5 മിനിറ്റല്ലേ. ഞാൻ 5 മിനിറ്റ് ആയിട്ടില്ലല്ലേ നമ്മളെ പള്ളിയിൽ ഇമാം ഓതിയിട്ട്. അയാൾ നല്ല സ്പീഡിലങ്ങ് വിട്ട്. വയക്കത്തസിറോ വലൈക്കും വയക്കത്തസിറോ ഫിർ റക്അ. അപ്പോൾ ഇതുകൊണ്ട് ആലിൻ്റെ മേലുള്ള സലാത്ത് ആദത്തെ തഹിയ്യാത്തുലി ഇല്ല, പക്ഷേ ആ ഇമാമിനടുക്ക് അതുണ്ട്. അതൊരു ഖിലാഫിന് വേണ്ടിയിട്ട്.
അതായത് ആലിൻ്റെ മേലിലുള്ള സലാത്ത് ഏതാന്ന് അവസാനത്തെ അത്തഹിയ്യാത്തുൽ ഫർളാണെന്നൊരു കൗലുണ്ട്. അപ്പോൾ അത് സുന്നത്താണ് സഹിക്കുക. അവസാനത്തെ അത്തഹിയ്യാത്തുൽ അത് ഫർളാണ്, കൗലിയായ ഫർളാണ് എന്നൊരു കൗല്. അത് മർദൂഹായ കൗലാണ്. ആ ഫർളിയായ കോലെന്താക്കി സ്ഥലം മാറ്റിയാൽ നിസ്കാരം ബാത്തിലാവുന്ന മറ്റൊരു കൗല്. ഈ രണ്ട് കോലും കൂടി ചേർത്ത് പിടിച്ചാൽ ഇയാൾ മുബത്തിലാത്ത് കൊണ്ടാന്ന് വരും. അതുകൊണ്ടാണ് എന്താക്കുക ആലി മുഹമ്മദ് വേണ്ടാന്ന് പറഞ്ഞത്. പക്ഷേ ഇമാമത് സമ്മതിക്കുന്നില്ല. മൂപ്പർക്കുണ്ടാകുമല്ലോ ചില തർജീഹാത്ത്. വയഖ്തസിറു ഫി റകഅതൈനിൽ അഖീറതൈനി അലൽ ഫാത്തിഹ. ആക്കാം ഗസാൽ ഇമാമിനെ പിന്തുടരാമല്ലോ, പ്രശ്നമൊന്നുമില്ല. ഇനി ഗസാൽ ഇമാം ഷാഫി മദ്ഹബിൻ്റെ മുഖല്ലിദാണ് താനും മുജ്തഹിദ് മുജ്തഹിദുമല്ല. അവർക്കെല്ലാ മദ്ഹബും അറിയാം, പക്ഷേ പ്രവർത്തനത്തിൽ ഷാഫിയാണ് നബി ഇമാമിനെ പോലെ തന്നെ. അപ്പോൾ അതിലുണ്ടാവും തർജീഹിൻ്റെ ഇമാമിയങ്ങൾ. ഷാഫി ഇമാമുണ്ട്, നബി ഇമാമുണ്ട്, ഗസാലി ഇമാമ് വേറെയുണ്ട്, ഇമാമുൽ ഹറമൈനി വേറെയുണ്ട്, ഇബ്നു ഹജർ ഹൈതമി വേറെയുണ്ട്. ഇനി വയഖ്തസിറു ഫി റകഅതൈനിൽ അഖീറതൈനി അലൽ ഫാത്തിഹ. അവസാനത്തെ 2 റക്അത്തിൽ ഫാത്തിഹൻ്റെ മേൽ ചുരുക്കുക. വലാ യുതബ്ബിലു അലൽ ഖൗം. ജനങ്ങൾക്കെതിരായിട്ട് അത് നീട്ടി വലിക്കാൻ പാടില്ല. മറ്റുള്ള ആൾക്ക് വേണമെങ്കിൽ ഓതാം, മുൻഫരിദിന് ഓതുന്നതിന് കുഴപ്പമില്ല. കാരണം അസിൽ വുറൂദിൽ എന്തുണ്ട് 4 റക്അത്തിലും സൂറത്തുണ്ടെന്നാണ്. പിന്നെ തഖ്ഫീഫും വല്ലതും എടുത്തു എന്നാണ് എന്താ മഹല്ലി പറഞ്ഞത്. അപ്പോൾ ഒന്നാമത്തെ ഏതെങ്കിലും റക്അത്ത് നൊഴിഞ്ഞുമെങ്കിൽ മറ്റേ വേണ്ട എന്ന് പറഞ്ഞ റക്അത്തിൽ കൂട്ടിയെടുക്കണം. വലാ യസീദു ദുആഅഹു ഫി തശഹുദിൽ അഖീരി. അവസാനത്തെ തഹിയ്യാത്തുൽ ഓതുന്ന ദുആ വർദ്ധിപ്പിക്കാൻ പാടില്ല. ഇതിനേക്കാണ് അലാ ഖദ്രി തശഹുദിഹി വസ്വലാത്തിഹി അലാ സയ്യിദിന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനത്തിൽ അത്തഹിയ്യാത്ത് ഓതി സലാത്തുൻ ചൊല്ലിയില്ലേ, അതിൻ്റെ ടോട്ടൽ ഖദ്ർ എത്രയാണോ അതിൻ്റെ ഉള്ളിലായിട്ട് ദുആ കൊടുക്കുക. നമുക്ക് കാര്യമായ ദുആ കുറച്ച് മതിയല്ല. ഇവിടുന്ന് അധികം ചില സ്ഥലത്തൊന്നും അത്തഹിയ്യാത്ത് പിന്നെ എത്തുന്നില്ല. അത് ഭയങ്കര സ്പീഡിൽ ഒന്നുകൊണ്ടിരിക്കും. കട്ടാക്കിച്ച്. ഇനി വയൻബിൽ ഇമാമു ഇൻദ തസ്ലീം. സലാം വീട്ടുന്ന അവസരത്തിൽ ഇമാമ് കരുതണം അസ്സലാമ അലൽ ഖൗം. ഇവിടെ ഹാജരായ ഖൗമിൻ്റെ മേൽ സലാം ചൊല്ലരുത്. ഒരു മുസല്ലമുൻ അലൈഹി വേണ്ടേ, ഇവിടെ ഹാജരായ ആളാണ്. വയൻബിൽ ഖൗമു ബി തസ്ലീമിഹിം ജവാബഹു. അപ്പോൾ ഖൗമീങ്ങളുണ്ടല്ലോ, മമൂമീങ്ങൾ, അവർ സലാം വീട്ടുന്ന അവസരത്തിൽ ഇമാമിൻ്റെ ജവാബും കരുതുക. അയാൾ അത് നമുക്ക് സലാം പറഞ്ഞല്ലോ. ഇനി അപ്പോൾ സലാം വീട്ട് നിസ്കാരം തീർന്നു. ഇനെന്ത് ചെയ്യണം? വയസിബുൽ ഇമാമു സാഅത്തൻ യഫ്റുഖു മിനസ്സലാം. സലാമിൽ നിന്ന് വിരമിച്ച് എന്താക്കും, അല്പസമയം അവിടെ ഇരിക്കണം. അവിടെ തിരിഞ്ഞിരിക്കലാണ്. ആ തിരിഞ്ഞിരിക്കേണ്ട രൂപം പറയാം. വയുഖ്ബിലു അലന്നാസി ബിവജ്ഹിഹി. മുഖം കൊണ്ട് ജനങ്ങളിലേക്ക് ഇഖ്ബാലായിട്ടാണ് ഇരിക്കേണ്ടത്. അപ്പോൾ എന്താക്കും, നേരെ ഇവിടെ ചില പള്ളിയിൽ കാണാം തിരിഞ്ഞിരിക്കും. വലാ യസിബു ഇൻകാന ഖൽഫഹു നിസാഉ. പിന്നിൽ പെണ്ണുങ്ങന്മാരുണ്ടെങ്കിൽ എന്താക്കണ്ട, അങ്ങനെ ഇരിക്കണ്ട. എന്തിനാത്? ലിയൻ സരിഫിന് അവലൻ, ആദ്യമായിട്ട് ഓറ് പിരിഞ്ഞു പോട്ടെ, അതിൻ്റെ സമയം കൊടുക്കുക. തിരിഞ്ഞിരിക്കുമ്പോൾ പെണ്ണുങ്ങളെയും കാണണ്ട, പെണ്ണുങ്ങൾ പോകുന്നതും അതും കാണണ്ട. ഇനി വലാ യഖൂമു അഹദും മിനൽ ഖൗമി ഹത്താ യഖൂമൽ ഇമാമു. ഇമാം എണീക്കുന്നത് വരെയും കൗമിൽപ്പെട്ട ആരും എണീക്കാൻ പാടില്ല. അപ്പോൾ ഇമാമ് എണീച്ചതിന് ശേഷം മാത്രമേ എണീക്കാൻ പാടുള്ളൂ. ഇനി വായിച്ചില്ലേ, വയൻസരിഫുൽ ഇമാമു ഹൈസു ഷാഅ അൻ യമീനിഹി ഔ ഷിമാലിഹി. ഇമാമ് തിരിയ എവിടത്തേക്ക്? ഒന്നിക്കൽ വലഭാഗത്ത് അല്ലെങ്കിൽ ഇടഭാഗത്ത്. വൽ യമീനു അഹബ്ബു ഇലയ്യ എന്ന് പറഞ്ഞു. യമീനാണ് എനിക്കിവിടെ തൃപ്തികരം. അതനുസരിച്ച് നമ്മുടെ നാട്ടിലല്ലാതെ വടക്കോട്ടല്ല തിരിയുന്നു. ഇനി വലാ യഖ്സുൽ ഇമാമു നഫ്സഹു ബിദ്ദുആ ഫി ഖുനൂത്തി സുബ്ഹി. സുബ്ഹിൻ്റെ ഖുനൂത്തിൽ ദുആ കൊണ്ട് ഇമാമ് സ്വന്തം കാര്യമാക്കാൻ പാടില്ല. നിഹദിനി വലത്തോട്ട് നമ്മളെ നാട്ടിലെ വലത്തോട്ട് മാത്രമേ ഉള്ളൂ. അതെ, അല്ല, ഇത് വേറെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അല്ലാഹുമ്മ ഹ്ദിനാ, ഇതിനെന്താക്കണം, ജമ്മാക്കിയിട്ട് പറയണം.
സ്വന്തം കാര്യം പറ്റൂല. ഇഹ്ദിനി എന്ന് പറഞ്ഞാൽ പോരാന്ന്. ബൽ യഖൂൽ അല്ലാഹുമ്മ ഇഹ്ദിനാ എന്നാ പറയുന്നുണ്ട്, നമ്മളെ ജമ്മാക്കിയിട്ട്. വയജ്ഹറു ബിഹി, അതുകൊണ്ട് ഉച്ചത്തിലാക്കണം. വയുഅമ്മിനുൽ ഖൗമു, ഖൗമീങ്ങൾ ആമീനും പറയുക. വലാ യർഫഊനൽ ഐദിയ, ജനങ്ങൾ കൈ പൊന്തിക്കണ്ട എന്നാണ് പറഞ്ഞത്. ആമീൻ പറഞ്ഞാൽ മതിയെന്ന്. അത് ഫലം യസുബത്ത് ദാലിക ഫിൽ അഖ്ബാർ, ഹദീസുകളിൽ അത് വാരിദായിട്ടില്ല എന്നാണ് മൂപ്പർ പറഞ്ഞത്. അതിനുശേഷം ഷാരിഹ് വരട്ടെ. അതായത് ബിഹസ്ബി മാ ബലഗൽ മുസന്നിഫ്, മുസന്നിഫ് റളിയല്ലാഹുവിന് എത്തിയ അനുസരിച്ചാണ് മൂപ്പർ പറഞ്ഞത്. അങ്ങനെ പറയുമല്ലോ, ചില ഇമാമിങ്ങളെ കിട്ടിയെടുത്തോളം പറയും. ഇതുപോലെ റാഫി ഇമാമ് മുഹറർ ഉണ്ടാക്കി. മുഹറർ ഉണ്ടാക്കിയത് എന്താക്കി, നബവി ഇമാമ് അത് മിൻഹാജാക്കുന്നു ചുരുക്കിയിട്ട്. അന്നേരം മൂപ്പർ എടുക്കുന്ന പണി പറയും. അതിൻ്റെ വിട്ടമില്ല, അത് ഷാരിഹല്ലേ പറയും. അത് കുറച്ച് വലിപ്പം കൂടിപ്പോയത് കൊണ്ട് ഏതാണ്ട് പകുതിയിലേക്ക് ചുരുക്കുക, എന്തുകൊണ്ട് കാണാപ്പാടാക്കാൻ എളുപ്പമുണ്ടാവും എന്ന് പറഞ്ഞു. പിന്നെ അവ്യക്തമായ ചില ഭാഷകളുണ്ട്, ആ ഭാഷ എന്താക്കും, നല്ല എളുപ്പമുള്ള ഭാഷയിലേക്ക് മറിക്കും. പിന്നെ ചില മസ്അല മുഅ്തമദിന് എതിരായി പറഞ്ഞു പോയിട്ടുണ്ട് എന്നാണ്. അത് റാഫി ഇമാമിൻ്റെ മുഅ്തമദ് മദ്ഹബിൽ മുഅ്തമദ് അല്ലാണ്ടായിട്ടുണ്ട് എന്ന്. അതെന്താക്കും, മറിച്ചിടും. കുൽത്തു എന്ന് പറഞ്ഞിട്ട് അത് മറിച്ചിടലുണ്ടല്ലോ, ഇങ്ങനെയാണ് വേണ്ടിയെന്ന്. അപ്പോൾ അവിടെ എന്തായി, ആദ്യം തന്നെ മുഅ്തമദായ കിതാബാണ് മുഹറർ എന്ന് നബവി ഇമാം തുടക്കത്തിൽ പറഞ്ഞ്. അപ്പോൾ ഈ മസ്അല മറിച്ചിട്ട് എന്തിനെന്ന് ചോദിക്കും. അതിനാ പറയുന്നത്, അത് ഓറ് മുഅ്തമദാക്കിയത് ഹസ്ബ മത്തന അലൈഹി, റാഫി ഇമാമിന് കിട്ടിയ അനുസരിച്ചിട്ട് മുഅ്തമദാക്കിയതാണ്. അത് മനസ്സിലായ? എന്നതുപോലെ ഇവിടെ മുസന്നിഫിന് കിട്ടിയ അനുസരിച്ചാണ് മഅ്മൂമീങ്ങൾ കൈ ഉയർത്തൽ എന്നുള്ളതില്ല, വാരിദായിട്ടില്ല എന്ന് പറഞ്ഞത്. അതാ വയില്ല ഫൽ മുഅ്തമദു അന്നഹു യുസന്നു റഫ്ഉൽ യദൈനി ഫീഹി ലിൽ ഇമാമി വഗൈരിഹി, ഇമാമായാലും അല്ലാത്തവരായാലും കൈ ഉയർത്തൽ സുന്നത്താണ് എന്ന് തന്നെയാണ് മുഅ്തമദ്. വഫീഹി ഖബറുൻ സാബിത്തുൻ ഇൻദൽ ഹാക്കിമി, അതാ ഹാക്കിം ഇമാമിൻ്റെ അടുക്കൽ സുബൂത്തായ മൂപ്പർ സ്ഥിരപ്പെടുത്തിയ ഒരു ഹദീസും ഉണ്ട്. അത് ചിലപ്പോൾ ഇമാമിയവർക്ക് കിട്ടിക്കൊള്ളുന്നില്ല. വ കലാമുൽ മുസന്നിഫി കിതാബിൽ ഇഹിയായി, ഇഹിയായിൽ പറഞ്ഞില്ലേ അത് ഇമാമ് തന്നെ, അത് യുഖാലിഫു കലാമഹൂഹുന, ഇവിടെ പറഞ്ഞതിനെതിരായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താക്കും, ഇഹയ്യ ലാസ്റ്റ് കിതാബാണ്, അവിടെ മുഅ്തമദാവും. അതാ വനസ്സുഹു, അതാ ഹിയൽ പറഞ്ഞു നോക്ക്. വഖദ് റുവിയ ഹദീസുൻ ഫീ റഫ്ഇൽ യദൈനി ഫിൽ ഖുനൂത്തി, അതാ ഖുനൂത്തിൽ കൈ ഉയർത്തുന്ന വിഷയത്തിൽ ഒരു ഹദീസ് വന്നിട്ടുണ്ട് എന്നായി അല്ലേ. ഫൈദാ സഹൽ ഹദീസ് ഉസ്തുഹിബ്ബ ദാലിക, ഹദീസ് സഹിയായി വന്നാൽ പിന്നെ അത് സുന്നത്തായല്ലോ എന്ന്. അതിൽ ഖുനൂത്തിനെ പറ്റിയാണല്ലോ ഇപ്പോൾ തർക്ക വിഷയം. മറ്റുള്ള ദുആക്ക് തർക്കമില്ലല്ലോ. ഇനി എന്നാൽ തന്നെ ഇവിടെ എന്താക്കുക, അവിടെ ചോദ്യം വരും. ഖുനൂത്തിൽ ഇമാമ് കൈ ഉയർത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്, മഅ്മൂമിങ്ങളെ വിഷയത്തിലാണ് കൈ ഉയർത്തണ്ട എന്ന് പറഞ്ഞത്. പക്ഷേ ഈ ഹദീസ് കൊണ്ട് അത് തെളിഞ്ഞിട്ടില്ല. നോക്കൂ പൈസ, ആര് ഉയർത്തണമെന്നുണ്ടല്ലോ. അതിന് ഹദീസ് എന്താക്കുക, ഇമാമുമ്മ ചുമത്തിയാൽ മഅ്മൂമിനില്ലാണ്ടായി. പക്ഷെ അതിനെ വ്യാഖ്യാനിച്ച കൂട്ടർ പറഞ്ഞാൽ എന്താണെന്ന്, രണ്ടാക്കും, ഇമാമായാലും ഖൈറായാലും ഉയർത്തണമെന്നാണ്. ഇനി വയഖറഉൽ മഅ്മൂമു, മഅ്മൂമു ഓതണം ബഖിയത്തുൽ ഖുനൂത്തി, ഖുനൂത്തിൻ്റെ ബാക്കി, മിൻ ഖൗലിഹി ഫഇന്നക തഖ്ളി വലാ യുഖ്ളാ അലൈക മുതൽ ഏതാണ്, അള്ളാഹിൻ്റെ സനാഗം, അത് മഅ്മൂമിങ്ങൾ പതുക്കെ ഓതണം. പതുക്കെ ഓതേണ്ടത്, ചടപടപടപടെ ആക്കലല്ല. എന്നിട്ടോ സലാത്ത് എത്തിയാൽ എന്താ വേണ്ടതെന്നാണ് ചോദ്യം. ഇത് ആടെ പിന്നെ ഹുദിനാന്ന് പറഞ്ഞിട്ടില്ലല്ലോ, അള്ളാഹ്ക്ക് സ്തുതിയും. അത് ഇമാമിങ്ങൾ ഉണ്ടാക്കുന്നതല്ലേ, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. സാവധാനം അതേ ജഹറിലും അതേ പോക്കും തന്നെയല്ലേ പോകുന്നത്. ആടെ കറയാക്കണം എന്ന് ആര് പറഞ്ഞു? അങ്ങനെ ഒന്നുണ്ടല്ലോ. അള്ളാഹു മുസല്ലാക്കിയിട്ട് ഇങ്ങനെ ഇതെല്ലാം കിടന്നിട്ട് അള്ളാഹു മുസല്ലാക്കി എന്നിട്ട് ആമീൻ റഹ്മത്തേക്ക് റഹ്മാൻ റഹീം ലാസ്റ്റ് സലാത്തുണ്ടോ? അത് ഇന്നലെ പറയണമെന്ന് വിചാരിച്ചാണ്. പിന്നെന്താ, അത് പിന്നെ അത് സ്വകാര്യം വിളിച്ചു പറയാൻ പിന്നെ നല്ലതെന്ന് തോന്നി. ആമീൻ റഹ്മത്തേക്ക് റഹ്മാൻ റഹീം ചിലപ്പോൾ സലാത്തില്ല. തുടക്കത്തിനും ഒടുക്കത്തിനും സലാത്ത് വേണ്ടേ? അപ്പോൾ ഇത് ഖുനൂത്തിലുള്ള സലാത്ത് എന്താ വേണ്ടെന്നാണ്.
ലാസ്റ്റിൽ ഇപ്പോൾ സല്ലല്ലാഹു പറയുന്നത് അത് ഫത്ഹുൽ മുഈനിൽ പറഞ്ഞതും ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തൗഫീഖ് പറഞ്ഞതും സലാത്ത് എന്താണ് ദുആഇൻ്റെ ഭാഗമാണ്, അതുകൊണ്ട് ആമീനാണ് വേണ്ടതെന്നാണ് അവർ മുത്തമതാക്കുന്നത്. എന്നാൽ പറയും തങ്ങൾ പേര് കേട്ടാൽ സലാത്ത് പറയണ്ടേ എന്നൊരു ചോദ്യം വരുവാടെ. അതിന് സലാത്ത് പറഞ്ഞോട്ടെ. സല്ലല്ലാഹു അലൈഹി സയ്യിദിന മുഹമ്മദ് എന്ന് പറയുമ്പോൾ നമ്മൾ സലാത്ത് പറയാം. ആ സല്ലല്ലാഹു ദുആ, അതിനാണ് ആമീൻ പറയുന്നത്. ഇനി വലാ യഖിഫുൽ മഅ്മൂമു വഹദഹു, മഅ്മൂമു ഒറ്റക്ക് നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പം എന്താക്കണം, ഒന്നാം സഫിൽ തന്നെ അതത്തെ സഫിൽ അടുപ്പിക്കാൻ പറ്റിയെങ്കിൽ അടുത്ത് തന്നെ ആക്കണം. ഇത് അത് ഒരാളെ ഇറക്കണം. നമ്മൾ ഷാദലിക്ക് എന്താക്കും, ജലിസ് തേജാണ്ടായാൽ 2 സഫാക്കുന്നില്ല, പുറത്ത് നിൽക്കാൻ പാടില്ലല്ല. ബാൽ യദ്ഖുലു സഫ, സഫിലേക്ക് കയറണം. അപ്പം കഴിയുന്നത്ര അടുപ്പിച്ചിട്ട് ഒന്ന് ഒപ്പിക്കുക. എന്നാലും ശരിയാവില്ല. അപ്പം നന്ന തെങ്ങിയാൽ ഇവനൊക്കെ വിരലും തെറ്റും. ഇങ്ങനെ ജാമാകുമ്പോൾ കിബില ഇങ്ങോട്ട് പയ്യോ. ആ യജുറു ഇലാ നഫ്സിഹി ഗൈറഹു എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിലോ ഓനിലേക്ക് മറ്റൊരാളെ ബലിക്കുക. അതിൻ്റെ മസാല അടി പറയുന്ന വലാ യംബഗി ലിൽ മഅ്മൂമിൽ വാഖിഫി ഫി സഫി, സഫിൽ നിൽക്കുന്നൊരു മഅ്മൂമുണ്ട്, അയാൾക്ക് പറ്റൂല അൻ യതഅഖറ, അയാൾ പിൻബലി. എങ്ങനെ? അൻ മുവാഫഖത്തി ജാരിഹി, ബലിക്കുന്ന ആളോട് യോജിക്കാതെ കണ്ട് അയാൾ മത്സരം പിടിച്ച് നിൽക്കുക, അത് പറ്റൂല. കാരണം അയാളെ കാഴ്ച കൊടുക്കണ്ടേ, അല്ലെങ്കിൽ അയാൾ കറാഹത്ത് ചെയ്യേണ്ടി വരില്ലേ. എങ്ങനത്തെ ജാറിന് ബലിക്കുന്ന ആൾ? അൽ ഖാരജ അനി സഫി, സഫിനെ തൊട്ട് പുറത്തുണ്ട്. വഹുവ വഹദഹു, അവനൊറ്റക്ക്. വേറെ ആൾ കിട്ടുമെങ്കിൽ പിന്നെ ബലിക്കേണ്ട ആവശ്യം വരുന്നുമില്ലല്ലോ. ഇത് പ്രതീക്ഷിക്കുന്നതിന് ആളാ മസ്കാരത്തിന് മഹല്ലിലെത്തിയെങ്കിൽ പ്രതീക്ഷിക്കാൻ തന്നു. അതേതുപോലെ റുക്കോയിൽ പ്രതീക്ഷിക്കുന്നില്ലേ, റുക്കോയിലും അവസാനത്തെ തഹിയ്യാത്തിലൊക്കെ എന്താക്കുക, ഇമാമ് കുറച്ച് പ്രതീക്ഷിച്ച് അയാൾക്ക് ജമാഅത്ത് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു കാത്തുക്കലുണ്ടല്ലോ. അതെപ്പോഴാണ് പറഞ്ഞത്? ബാത്റൂമിലുള്ള ആളെ കാക്കണമെന്നില്ല, കാരണം അയാൾക്ക് എപ്പം നിസ്കരിക്കുന്നില്ലെങ്കിലോ. അപ്പോൾ ഒന്നുകൊണ്ടാക്കി നിസ്കാരത്തിൻ്റെ മഹലിൽ എത്തിയാൽ നിസ്കരിക്കുമെന്ന് നമുക്ക് തോന്നും. അവിടെയാണ് കാത്തിരിപ്പ്. അത് മറ്റുള്ള മഅ്മൂമീങ്ങൾക്ക് വിഷമമില്ലാത്ത രീതിയിൽ എന്നാ പറഞ്ഞു. നീട്ടൽ മക്റൂഹായ ഒരു പരിധി പറഞ്ഞില്ലേ, അത്. അപ്പോൾ സാബ്സാൻ തത്താഹിയാത്തൊരു കാത്താൽ എന്തുണ്ട്, അയാൾക്ക് അസല് ജമാഅത്ത് ലേശം കിട്ടും. പക്ഷെ അയാൾ നേരത്തെ വന്നതുകൊണ്ട്. പക്ഷെ അടുത്തടുത്ത് നിൽക്കൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പെറ്റി നിൽക്കലല്ല, ശരിക്കും വാലിതായ നിൽക്കൽ. അതായത് ഞാൻ പണ്ടൊക്കെ പറഞ്ഞപ്പോൾ പി ഉസ്താദ് തിരുത്തി എങ്ങനെയെന്നറിയോ, ഇവൻ അത്തഹിയാത്തൂനിരുന്നാൽ ഇമാമിൻ്റെ മടമ്പും കാലിൻ്റെ പിന്നിൽ ഇവൻ്റെ മുട്ട് വരത്തക്ക രീതിയിലാണ് ജാഗരമെന്നാണ്. ഇങ്ങനെ അഞ്ഞാക്കണ കയറി നിൽക്കൽ സഫിൽ കറാഹത്തായിട്ട് വരും. അതെ അതെ, സുജൂദ് മുട്ട് വരും. സുജൂദ് മുട്ടല്ലല്ലോ, മുട്ടി താല് മടമ്പുങ്കാലല്ലേ വരിക. അല്ല നിങ്ങൾ നോക്കറാ. ആ അത് നിങ്ങളെ ഇപ്പം എന്തായെന്നറിയോ, ഈ മുട്ട് ബേക്കിൽ മടമ്പിൻ്റെ സ്ഥാനത്ത് നിർത്തി കഥമ്. അതാ അത്. അപ്പം ഇനിങ്ങനെ എണീച്ച് നോക്കിയിട്ട് അതേമാതിരി തന്നെ. അപ്പം അത്ര വേണമെന്നോ. അപ്പം അയാളുടെ ഇടഭാഗത്ത് നിൽക്കണം. ഇടഭാഗത്ത് അല്ല വലിക്കാനായിട്ടില്ല, ഇടഭാഗത്ത് എല്ലാം. അയാൾ വന്നിട്ട് ഇടഭാഗത്ത് കെട്ടുക. ഇടഭാഗത്ത് കെട്ടിയാലേ എന്തായിട്ടുള്ളൂ, അയാൾ സഫിലെ മെമ്പറായിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്താക്കി ഇയാൾ ഒന്നാം സഫ നഷ്ടപ്പെട്ടില്ലേ. അത് ജാഹിലീങ്ങളല്ലേ ചെയ്യുന്നത്. ജാഹില ഇപ്പം പൊത്ത് കൊടുക്കുന്ന ജാഹിലാന്നല്ലോ. അതെന്തല്ലോ കാട്ടിക്കൂട്ടുന്ന എന്താക്കണ്ട്. രണ്ടാമത്തെ നാൾ സഫിൽ മെമ്പറാകണം, എന്നിട്ട് രണ്ടാളും കൂടി പിന്തുക. അപ്പം സുജൂദ് ചെയ്യാണെങ്കിൽ സഫാവില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഇമാമ മുന്തിയാലും മതി. അവിടെ മഹല്ലി എന്താ പറഞ്ഞത്, ബേക്കോട്ട് പിന്തലാ സൗകര്യമെങ്കിൽ രണ്ടാളും പിന്തിക്കോട്ടെ, അതിന് സൗകര്യമില്ല, ചുമരിൻ്റെ അടുത്ത് പോയി നോക്കാം. അപ്പം ഇമാമ കുറച്ച് മുന്നോട്ട് കയറുക. അവ സഫാകാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. അല്ലെങ്കിൽ എന്താക്കും, സഫാണെന്ന് പറഞ്ഞാലും ഖലൽ വന്നില്ല, ഇടയിൽ ഈ വിടവ് വന്നല്ല. എന്താ
വദാലിക ബി അൻ യുഹരിമ ബിസ്സലാത്ത് ഖബല ജദ്ദിഹി എന്ന് പറയുന്നത്. ബലിക്കുന്നതിന് മുമ്പായിട്ട് എന്താക്കണം? ഇഹ്റാം കെട്ടണം. വദാലിക എന്തുകൊണ്ടാണത് ഇത് അവൻ പിന്തരുത്, അവൻ സഹകരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞത്? ലിയന്ന മുവാഫഖതഹു സുന്നത്തുൻ, അവനോട് യോജിക്കൽ സുന്നത്താണ്. അപ്പോൾ സഫിൻ്റെ കൂലി നഷ്ടപ്പെടുന്നില്ല. അവൻ ആദ്യം തന്നെ വന്ന് ഹാജരായി ഒപ്പിട്ടല്ല അതിൽ. അപ്പം വലിച്ചിട്ട് പിന്തിയത് കൊണ്ട് സഫിൻ്റെ കൂലി നഷ്ടപ്പെടില്ല. കൈകെട്ടിയ ശേഷമാണ് വലിക്കേണ്ടത്. പോയിട്ട് വലിക്കേണ്ടത്. എന്താ വഹിയ മിൻ ബാബി വതആവനു അലൽ ബിർരി വത്തഖ്വ, ഗുണകരമായ കാര്യങ്ങൾക്കും തഖ്വാക്ക് വേണ്ടിയും പരസ്പരം സഹകരിക്കണമെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ബാബാണിത്, ഒരു സഹകരണമാണ്. ഇപ്പം സഫയ്ക്ക് തന്നെ യാതൊരു തലയും വരില്ല. ഒന്നാം സഫ പൂർത്തിയാക്കലില്ല. പൂർത്തിയാക്കിയാൽ തന്നെ വടവ് ഇതാ ഇമാമിങ്ങനെ തൊണ്ടടിച്ചിട്ട് പറയുന്നുണ്ടാവും. ഇപ്പോൾ തറാവീൻ്റെ ഭയം മിഞ്ഞാൻ നോക്കുമ്പോഴേക്ക് മുമ്പിൽ പറ്റ കാലി കുറേ ആൾ എണീച്ച് പോയി. മുമ്പിൽ സഫിൽ നിന്ന് കുറേ ആൾ പോയി. അവൻ ബേക്കലെ സഫാർ നടന്നിട്ട് വരേണ്ടി വരും. അതെ, അത് മൂന്നനക്കാരെങ്ങാണ്ട് കയറാന്നാണ്. വലാ യംബഗി ലിൽ മഅ്മൂമി, മഅ്മൂമിന് പാടില്ലാത്തതാണ് അൻ യതഖദ്ദമ അലൽ ഇമാമി, ഇമാമിനേക്കാൾ മുന്തൽ. എന്തിൽ? ഫി അഫ്ആലിഹി, പ്രവർത്തനങ്ങളിൽ ഇമാമിനേക്കാളും മുന്തിയിട്ട്. ഔ യുസാവിയഹു, അതുപോലെ സമമാകലും പാടില്ല. അപ്പം ബേക്കിൽ അങ്ങനെ കണ്ടത്. പിന്നെ അങ്ങനെ പിന്നെ തീരെ ഫിഖ്ഹില്ലാണ്ടാവും. ഇപ്പം എല്ലാ മതബിലും കൂടെ കൂട്ടിപ്പോൾ പിന്നെ നമ്മൾ കഴിഞ്ഞ നോമ്പറക്കാൻ പോയപ്പം പറഞ്ഞ് ഒരു മതബ് ചെമ്മീൻ ഹബീസാണ്. ചെമ്മീൻ ബിരിയാണി ഉണ്ടായിച്ചു നമ്മളെ അയാളുണ്ടായിരുന്നു, അല്ലെ സാനി, നമ്മൾ 3-ാം വംശം കഴിച്ചത്. ഒരു മതബിൽ എന്തുണ്ട്? ചെമ്മീൻ ഹബീസാണ്, തിന്നാൻ പാടില്ലാത്ത സാധനമാണ്. അത് ആ മതബിൽ നായനെ ബിരിയാണി ആക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ അതാണ് മുജാഹിദീങ്ങൾ കളിയാക്കുന്നത്. പണ്ട് നമ്മൾ ഹജ്ജിൻ്റെ ബാബിൽ എന്താക്കും? മുട്ടുമറക്കലും പൊക്കളും മറക്കലും കർശനമാക്കി പറയുമ്പോൾ ഒരാളെന്നോട് എതിർത്ത് പറഞ്ഞ് ചടിയിട്ടിട്ട് നിൽക്കിരിക്കുന്നുണ്ടല്ലോ, എന്നാൽ പിന്നെ അടുത്ത പുറ വെച്ചോ, നിങ്ങളെ കോലി തക്ലീത് ചെയ്തിട്ട് ഞാൻ ക്ലാസ് എടുത്തോളാം, എല്ലാവരും ചടിയിട്ടിട്ട് തവാഫ് ചെയ്തോളി എന്ന് എന്നോടൊരു വാക്കബൈ പറഞ്ഞു. അത് വാക്കബൈ മധബ് അനുസരിച്ചിട്ട് പറയാം, ഇങ്ങനെ ഒരു മധബുണ്ട് ചടിയിട്ടിട്ട് നിൽക്കിരിക്കാമെന്ന്. എന്നാൽ ആരും എന്തുകൊണ്ട് നിൽക്കിരിക്കുന്നില്ല? അങ്ങനെ എന്തുകൊണ്ട് തവാഫ് ചെയ്യുന്നില്ല? അപ്പം അതിനെ പരിഹസിച്ചിട്ട് പറഞ്ഞതായിരിക്കും അത്. അറബി ഇഹ്റാം കെട്ടുന്ന സമയത്ത് സാധനത്തിലുണ്ടേ പോയിട്ട് സൂചിപ്പിച്ച് അറിയില്ലായിരുന്നു, സന്തോഷമായി അറിയാത്ത കുറേ ആളുകളുണ്ട്. അതെ, അങ്ങനെ ഇഹ്റാം കെട്ടിയിട്ട് ഞാൻ എന്താക്കി? തല ഇങ്ങനെ അയാളാണ് അത് സത്തുറാസാവും. അതോ അല്ല, ഞാൻ ഒന്നു കൊടുത്തിട്ട് തല തുടച്ചിപ്പോൾ അയാൾ പറഞ്ഞു ഇല്ല, അല്ല തട്ടം ഗെയിമിലില്ല, അത് പുറത്താണ്ട് വെച്ചിട്ട് ആവില്ല. ഞാൻ ജസാക്കല്ലാഹു ഖൈറാന്ന്. എന്നാൽ പിന്നെ തർക്കേ തീർന്നു. അയാൾക്ക് അറിയുന്നൊരു മസാല പറഞ്ഞല്ല. ഇങ്ങനെ ബൽ യംബഗി അൻ യതഅഖറ, പിന്തലാണ് വേണ്ടത്. വളച്ചു ഒരു അവയവത്തിനെ കവർ ചെയ്യുന്ന രീതിയിൽ അയാളിങ്ങനല്ലേ ഉള്ളൂ. ഇനി അപ്പം എന്താണ് പിന്തണം എന്ന് പറഞ്ഞില്ലേ? അതിൻ്റെ രൂപമാണ് ഫലാ യഹ്വി. അതാ ഫാട്ടിട്ട് പറഞ്ഞത്. ഫലാ യഹ്വി ഇല റുക്കൂഇ, റുക്കോയിലേക്ക് മഅ്മൂമ് കുനിയാൻ പാടില്ല. ഇല്ല ഇദന്തഹൽ ഇമാമ് ഇല ഹദ്ദിർ റാക്കിഈൻ, റുക്കോയിൻ്റെ ഹദ്ദിലേക്ക് ഇമാം എത്തണം. അതുകൊണ്ട് വല്ലാണ്ട് വൈകാനും പാടില്ല പറയുന്ന. വലാ ജഹ്വി ഇല സുജൂദി, സുജൂദിലേക്ക് മഅ്മൂമ് കുനിയാൻ പാടില്ല. മാലം തസിൽ ജബ്ഹത്തുൽ ഇമാമി ഇലല്ലർ, ഇമാമിൻ്റെ നെറ്റി ഭൂമിയിലേക്ക് എത്തുന്നത് വരെയും. അപ്പം ഫത്ഹുൽ മുഈനിൽ പറഞ്ഞ നല്ല ലബത്താണ്. ഈ മുന്തക്കലുൻ ഇലേഹി ഉണ്ടല്ലോ, എവിടത്തേക്കാണോ പോകുന്നത് അവിടത്തേക്ക് എത്തുമ്പോഴാണ് ഇവനെ തുടക്കം വേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല ലബത്താണ്. മസാല ഇങ്ങനെ എണ്ണിപ്പറയുന്ന നല്ല കിതാബ് ഫത്ഹുൽ മുഈനാണ്.
ഓ ഇനി ആദാബുൽ ജുമാഅത്തി ഈ സമയം ഉണ്ടാവും നോക്കിയാൽ 90 കഴിഞ്ഞല്ല. കേട്ടാലുമ്പോൾ സൂറത്ത് കേൾക്കുമ്പോൾ കേൾക്കലാന്ന് അങ്ങനെ അത് ഒരു വജിഹാന്ന്. ഇമാമ് സൂറത്ത് ഓതുമ്പോൾ കേൾക്കലല്ലേ എന്നതുപോലെയാണെന്നൊരു വജിഹ് ഷാഫി മദ്ഹബിൽ തന്നെ ഉണ്ട്. അല്ലെങ്കിൽ പതുക്കെ ഓതുക, രണ്ടാലൊന്നാണ്. ഇനി ജുമാ തുടങ്ങിയ എത്തുക. അതെ അതെ, എന്നാൽ പിന്നെ കുറച്ച് അത് ഓതാം. ആദാബുൽ ജുമാഅത്ത് നല്ലൊരു വലിയൊരു ഫന്നാണ്.